കണ്ട് ഇതുവഴിയാണ് ഇത് ഇറങ്ങി വരുന്നത്, മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇതാണ്. കണ്ട് ഈ റബ്ബർ വെട്ടുന്നവരോ ആരും ഇപ്പൊ 8 മണി കഴിയാതെ ഇപ്പൊ വരാം ജീവിക്കണ്ടേ? ഇപ്പം കോങ്കലി ഭാഗത്തുനിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടു. അതിൽ എത്ര പേർക്ക് പൈസ കൊടുക്കാനുണ്ട്? ചെയ്താൽ അവരെടുക്കത്തില്ല, എടുത്താൽ അവർ മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് വരുന്നേ. ഇവിടെ ഒരു കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി നിരന്തരമായിട്ട് ഈ പ്രദേശങ്ങൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇറങ്ങി. അപ്പം നമ്മുടെ തൊട്ടടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കക്കൂസ് വിളിച്ചു. അപ്പോൾ ഞാനാണ് പോയി ആനയെ ഓടിച്ചത്, പടക്കം പൊട്ടിച്ച് ഓടിച്ചത് ഞാനാണ്. അപ്പോൾ അവർ കിടന്ന് വിളിച്ചു പോകുമ്പോൾ ആ കൊച്ചുങ്ങളും 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാൻ അവിടെ പോയി ആ ആനയെ ഓടിച്ച് ഞാൻ അക്കരെ കയറ്റി വിട്ടു. ഈ പ്രദേശങ്ങൾ മൊത്തവും ആനയുടെ ശല്യം കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് വളരെ മോശമായ രീതിയിലുള്ള ഇതാണ് അവർ കാണിക്കുന്നത്, വളരെ മോശമായ രീതിയിൽ. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ ഞങ്ങളവിടെ പോയപ്പോഴും അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വിഷയമില്ല. ഞങ്ങൾ ഈ പ്രദേശത്ത് ആനശല്യം രൂക്ഷമാകുമ്പോൾ നമുക്ക് ഈ ഗ്രാമപ്രദേശത്ത് ആന രൂക്ഷമായി ശല്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെട്ടിരിക്കും. ഈ പ്രദേശം ഈ കംപ്ലീറ്റ് മേഖലയിൽ, ഈ 1-ാം വാർഡിൻ്റെ കംപ്ലീറ്റ് മേഖലയിൽ നമ്മൾ അതിനകത്ത് ഫോറസ്റ്റുകാരുടെ നിരന്തരമായ ഇതില്ല. അവർ ശമ്പളം കൊടുത്ത് സർക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്ന ആര്? ഫോറസ്റ്റുകാർ. അവരെന്തിനു വരുന്നത്? അവർ ജീപ്പ് ഈ റോഡിൽ കൂടെ കറങ്ങുന്നു, അവർ പോകുന്നു. ഈ പ്രദേശത്ത് അവർ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇവിടെ തൊട്ടടുത്തൊരു കോഴിക്കോട് എടുത്തുകളാണ്. അപ്പോൾ ഈ മേഖല അതുകൊണ്ട് അവിടെ ഒരു കിണറിൻ്റെ മൊത്തം ഇടിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവിടെ ഒരു മിഷനറി ഇടിച്ചു കളഞ്ഞു. ഈ അങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ നമ്മുടെ ഈ മേഖലയിൽ രാവിലെ കുഞ്ഞുങ്ങൾ അംഗൻവാടി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ അംഗൻവാടിയിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരിതുവഴിയെ പോകുന്നത്. ആ പകൽ സമയത്തും ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ മക്കളെ ആന പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളെ ഇതുവഴി കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് പോലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മേഖലയിൽ. അറിയോ? അക്കരെ സ്കൂള് ഏത് രാഷ്ട്രീയക്കാരുടെ അവിടെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരുടെ നൈറ്റ് പെട്രോളിങ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് പെട്രോളിങ് ഇല്ല ഇവിടെ. പഞ്ചായത്തിന്റെ 1-ാം വാർഡ് ഒരുപാട് തെമ്മല പഞ്ചായത്തിന്റെ 1-ാം വാർഡാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി. അത്ര ഇതാണ് ഗ്രാമത്തിന്റെ അവസ്ഥ പൊളിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നും കൂടെ നമുക്കൊരു സഹകരണം വേണം. അവരോട് ഏത് രീതിയിൽ സഹകരിക്കാൻ ഞാനോ എത്ര ഉള്ളത് അല്ലെങ്കിൽ ഈ നാട്ടുകാർ മൊത്തം സഹകരിക്കുക. പക്ഷെ അവരുടെ ഒരു സഹകരണം കൂടി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു കാരണവശാലും നമുക്ക് ഒരു ആനയെ ഉപദ്രവിക്കും, ഒരു പട്ടിയെ കൊല്ലാനെ കൊണ്ട് ഇന്ന് നിയമമില്ല. ചെറുപാട് ഭാഗം ഇപ്പൊ തൊടിക്കണ്ടം വരെ ഞങ്ങൾ ആക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു ചെല്ലുമ്പോഴായിരിക്കും കോട്ടപ്പാറ ആ ഭാഗത്ത് ആന നിൽക്കുന്നത്. ഈ വണ്ടി വിട്ട് അവർ ട്രാൻസ്പോർട്ടുകാരുമായിട്ട് ഞാൻ ഇന്നലെ രാവിലെ സംസാരിച്ചപ്പോൾ അവര് പറയുന്ന, അച്ഛാ ഞാൻ എങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരും? ഇത് എന്തെങ്കിലും എല്ലാവരുടെയും സംരക്ഷണം നമുക്ക് വേണ്ടേ? ഇതിനു പോലും ഒരു സംരക്ഷണം ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതാണ് നമുക്ക് മെയിൻ. അവര് ഇപ്പം ഏത് സമയത്ത് നമ്മൾ നോക്കിയാലും ശരി തന്നെ അവർക്ക് ജീപ്പുണ്ട്, അവര് സുരക്ഷിതമായിട്ട് പോകുന്നുണ്ട്. അവര് എവിടെ പോകുന്നു നമ്മൾ തിരക്കുന്നുണ്ട്, നമുക്ക് തിരക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു സംരക്ഷണം അവരാ തിരക്കുന്നത്. ഇപ്പൊ 29-30 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ മെനഞ്ഞാന്ന് ഏതോ ഒരു കാര്യത്തിന് ആരോ ചെന്നിട്ട് 2-3 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ബാക്കിയുള്ളവർ എവിടെ പോന്നു? ഇവിടെ ഡെപ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ വന്നായിരുന്നു 8 മണിക്ക്. ഈ ആ മേളിൽ കയറ്റി വിട്ടില്ലേ, അവിടെ വന്നപ്പോഴും അവരുടെ കുറ്റമാണ് പറയുന്നത്, അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമാണ് പറയുന്നത്. അവരിന്ന വന്നില്ല. അയാൾ ഫോണും കൊണ്ട് നിൽക്കുവാണ്. അതാണോ ഒരു മര്യാദ വേണ്ടുന്നത്? അയാൾ മാറി നിൽക്കുക. ബാക്കിയുള്ള നമുക്ക് ഇവിടെ സ്ഥലവാസികളാണ് ഈ വാച്ചർമാർ മൊത്തവും. അവന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയോ?
അമ്മര് പറയണ്ടേ സാറേ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടാണ്, അത് പറയണ്ടേ? ഇത് ഒന്നിനും ഒരു സഹകരണവും ഇല്ലാതെ ഒരു നമ്മുടെ ഈ ചെറുകിട ഭാഗത്ത് നമുക്ക് ജീവിക്കണ്ടേ?